എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ഉലമാ കിതാബുകളിൽ പറയുന്നുണ്ട്, ആദ്യമായി അറബികളുടെ കൂട്ടത്തിൽ കുഞ്ഞ് പെണ്ണായാൽ മണ്ണോട് ചേരുക എന്ന തത്വശാസ്ത്രം ലോകത്തിന് ആദ്യമായി പരിചയപ്പെടുത്തി കൊടുത്തത് ഖൈസ് ഇബ്നു ആസിം തമീമി എന്ന് പറയുന്ന ഒരു ആളായിരുന്നു. ആദ്യമായി അയാളാണ് ജീവനോടെ കുഞ്ഞിനെ കുടിച്ചു മൂടിയതെന്നാണ്. അന്ന അവ്വലമൻ വഅജൽ ബനാതി ഖൈസ് ഇബ്നു ആസിം തമീമി وكان بعض أعدائه قد غار عليه فأسر بنته فاتخذها لنفسه. ആദ്യമായി കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് പ്രിയപ്പെട്ടവരെ ഖൈസ് ഇബ്നു ആസിം തമീമി എന്നയാളാണ്. അതിനെ കാരണമായി മഹാന്മാര് പറയുന്നത് വകാന ബഅ്ദു അഅദാഇ, അദ്ദേഹത്തിന്റെ ശത്രുക്കളിൽ ഒരാൾ ഖദ് അഗാറ അലൈഹി, അയാളെ ആക്രമണം നടത്തുകയാണ്. ഖൈസ് ഇബ്നു ആസിം തമീമിയെ ഫഅസിറ ബിൻതഹു, അയാളുടെ മകളെ അറസ്റ്റ് ചെയ്യുകയാണ്. ഫത്തഖദഹാ ലിനഫ്സിഹി, അയാളുടെ മകളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അയാൾ ആ പെണ്ണിനെ സ്വന്തമാക്കുകയാണ്. ثم حصل بينهم صلح فخير ابنته. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അവർ തമ്മിൽ യോജിപ്പുണ്ടായി, അവർക്കിടയിൽ സുൽഹുണ്ടായി, മധ്യസ്ഥ ചർച്ചകൾ നടന്നു, അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു, കുഴപ്പങ്ങൾ തീർന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഫഖയ്യറ ഇബ്നതഹു, അപ്പോഴോ ഖൈസ് ഇബ്നു ആസിം തമീമി എന്നവര് പറഞ്ഞു, എന്റെ മകളെ എനിക്ക് കിട്ടണം, നിങ്ങൾ കൊണ്ടുപോയ എന്റെ മകളെ. ഫഖ്താറത് സൗജഹാ ലം തുരിദ് അബാഹാ വലൽ ഔദത ഇലൈഹി. പക്ഷേ ആ മകള് പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നത്, പാപ്പാ ഞാൻ നിങ്ങളെ കൂടെ വരുന്നില്ല. വലൽ ഔദത ഇലൈഹി, വാപ്പാന്റെ കൂടെ പോകാൻ ആ പെണ്ണ് ആഗ്രഹിച്ചില്ല. ഫഖ്താറത് സൗജഹാ, തന്നെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ച തന്റെ വാപ്പയുടെ ആ ശത്രുവിനെ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഫആല ഖൈസുൻ അലാ നഫ്സിഹി ഹലഫ അല്ലാ തൂലദു ലഹു ബിൻതുൻ ഇല്ലാ വഅദഹാ ഹയ്യാ. അവിടെയാണ് ഖൈസ് ഇബ്നു ആസിം തമീമി എന്നയാള് സത്യം ചെയ്യുന്നത്, ഇനിയെങ്ങാനും എനിക്കൊരു കുഞ്ഞ് പിറന്നാൽ, ഇനിയെങ്ങാനും എനിക്കൊരു പെൺകുഞ്ഞ് പിറന്നാൽ ആ കുഞ്ഞിനെ ഞാൻ ജീവനോടെ കുടിച്ചു മൂടുന്നതാണ് എന്നയാള് ശപഥം ചെയ്യുകയാണ്. ഫതബിഅഹുൽ അറബു ഫീ ദാലിക. അങ്ങനെ അറബികൾ മുഴുവനും അയാളെ ഈ വിഷയത്തിൽ മാതൃകയാക്കുകയാണ് ചെയ്തത്. ജീവനോടെ പെൺകുഞ്ഞായാൽ ജീവനോടെ കുടിച്ചു മൂടുക എന്ന തത്വശാസ്ത്രം ലോക ചരിത്രത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തി കൊടുത്തത് 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളാണ്. അവർക്കിടയിലേക്കാണ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നു വന്നത്. അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയാണ്, 2 രൂപത്തിലായിരുന്നു അറബികൾ കുഞ്ഞുങ്ങളെ കൊന്നിരുന്നത്. അഹദുഹുമാ അയ്യഉമുറം റഅതഹു ഇദാ ഖറബ വദഅഹാ അൻ തത്ലുക ബിജാനിബി ഹഫീറാ. 2 രീതിയാണ്. ഒന്നാമത്തേത് മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ഭാര്യമാരോട് കൽപ്പിക്കുമായിരുന്നു ചില ഭർത്താക്കന്മാർ, ഇദാ ഖറബ വദഅഹാ, അവരുടെ പ്രസവം അടുത്താൽ, തത്ലുക ബിജാനിബി ഹഫീറാ, ഒരു കുഴിയുടെ അരികിൽ വെച്ച് പ്രസവിക്കാനാണ് ഭാര്യമാരോട് കൽപ്പിക്കുക. ഒരു കുഴിയുണ്ടാക്കി അതിനരികിലാണ് പ്രസവിക്കാൻ ഭാര്യമാരോട് കൽപ്പിക്കുക. കുഞ്ഞ് ആണായാൽ, ജനിക്കുന്ന കുഞ്ഞ് ആണാണെങ്കിൽ തറക്കച്ചു, ആ കുഞ്ഞിനെ ഒഴിവാക്കും, കൊന്നുകളയൂല. നാലോ നേരെ തിരിച്ചു കുഞ്ഞ് പെണ്ണായാൽ ഉടനെ തന്നെ ആ കുഞ്ഞിനെ, പ്രിയപ്പെട്ടവരെ, ഭാര്യ പ്രസവിക്കലോടുകൂടെ ആ കുഞ്ഞിനെ അരികിലുള്ള കുഴിയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുക.
സുബ്ഹാനല്ലാഹ്. കുഞ്ഞു പെണ്ണായാൽ അങ്ങനെ തന്നെ ആ കുഴിയിലിട്ട് മൂടുകയാണ് ചെയ്തിരുന്നത്. ഇതാണ് ഒന്നാമത്തെ രീതി. വമിൻഹും كان يبقي البنت حتى إذا بلغت 6 سنوات. വേറെ ചില ആളുകൾ കുഞ്ഞു പെണ്ണായാലും അവരെ ജീവിക്കാൻ അനുവദിക്കുമായിരുന്നു. അവർക്ക് ഏകദേശം 5-6 വയസ്സായാൽ ഖാല ഇലാ ഉമ്മിഹാ, കുഞ്ഞിന് 5-6 വയസ്സായാൽ ആ കുഞ്ഞിന്റെ ഉമ്മയോട് ചെന്ന് പറയും തുയ്യിബിഹാ വസയ്യിനിഹാ കൈ അസൂറ ബിഹാ അഖാരിബഹാ. പെണ്ണിനോട് പറയും, ഭാര്യമാരോട് പറയും, പെണ്ണേ ഈ കുഞ്ഞിനെ, നമ്മുടെ കുഞ്ഞിനെ വന്ന് അണിയിച്ചൊരുക്കണേ, ഞാൻ അവളെയും കൂട്ടി കുടുംബ വീടുകളൊന്ന് സന്ദർശിക്കട്ടെ. ثم يبعد بها في الصحراء. അങ്ങനെ ഭാര്യ ഭർത്താവിന്റെ ചെതിയറിയാത്ത, വഞ്ചനയറിയാത്ത പ്രിയപ്പെട്ട പ്രിയതമ ആ കുഞ്ഞിനെ മനോഹരമായി നല്ലപോലെ സുഗന്ധദ്രവ്യമൊക്കെ പൂശി നല്ലപോലെ ആ കുഞ്ഞിനെ അണിയിച്ചൊരുക്കി ഭർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ യബ്ഉദു ബിഹാ ഫിസ്സഹറാ, കശ്മലനായ ഈ ഭർത്താവ് ആ കുഞ്ഞിനെയും കൊണ്ട് വല്ല മരുഭൂമിയിലേക്ക് പോവുകയാണ്. ഹത്താ യഅ്തിൽ ബിറാ വയഖൂലു ലഹാ ഉൻദുരി ഫിഹാ. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയിലുള്ള വല്ല കിണറിന്റെ അരികിൽ ചെന്നുകൊണ്ട് പെൺകുഞ്ഞിനോട് പറയും, മകളോട് പറയോ, മോളെ ഉൻദുരി ഫിഹാ, ഈ കിണറിലേക്കൊന്ന് നോക്കണേ, ഈ കുഴിയിലേക്കൊന്ന് നോക്കാൻ പറയും. എന്നിട്ട് വയദ്ഫഉഹാ മിൻ ഖൽഫിഹാ, പിറകിൽ നിന്ന് ആ കുഞ്ഞിനെ ആ കിണറ്റിലേക്ക് തള്ളിയിടുമായിരുന്നു. ഇങ്ങനെയാണ് ചില ആളുകൾ സ്വീകരിച്ചിരുന്ന ശൈലി. മഹാനായ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. 2 രീതിയാണ് അവർക്കുണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കുഞ്ഞ് പെണ്ണാണ് എങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാട്ടറബികളുടെ കഥയാണ് ചരിത്രത്തിലുടനീളം നമ്മളെ വായിക്കുന്നത്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് കടന്നു വരുന്നത് അപ്പോഴാണ്. നീചമായ നികൃഷ്ടമായ രീതിയിൽ കുഞ്ഞിനെ പെണ്ണാടയാൽ ജീവനോടെ കുടിച്ചു മൂടിയിരുന്ന ജനതയിലേക്ക് വന്നുകൊണ്ടാണ്. പെണ്ണ് കുടിച്ചു മൂടപ്പെടേണ്ടവളല്ല, അവള് ലോകത്ത് ഔന്നിത്യത്തിന്റെ പടവുകൾ കയറേണ്ടവളാ. അവൾക്ക് ഉന്നതമായ സ്ഥാനങ്ങൾ നൽകപ്പെടേണ്ടതുണ്ട് എന്ന് ലോക ചരിത്രത്തിലാദ്യമായി ശബ്ദിച്ചത് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. മുസ്ലിം വനിതമാര് കേൾക്കണേ, നിങ്ങൾക്കിന്ന് ആവേശത്തോടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പോകാനും വരാനും ജീവിക്കാനും ഒക്കെ നിങ്ങൾക്ക് അവകാശം ലഭിച്ചത് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചക പ്രഭു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടലുകളിലൂടെയാണ്. ആലോചിച്ചു നോക്ക്, നിങ്ങൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞിനെ ആ കുഴിമാടത്തിൽ നിന്ന് പിടിച്ചുയർത്താൻ ലോക ചരിത്രത്തിൽ ആദ്യമായി വന്നത് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇസ്ലാമിന്റെ പ്രവാചകനെ കടന്നു വന്നു. എന്നിട്ട് ആ ജനതയോട് പറഞ്ഞു, ലാ തുക്രിഹുൽ ബനാത്, ആളുകളെ നിങ്ങൾ ഒരിക്കലും പെൺകുഞ്ഞുങ്ങളെ വെറുക്കരുത്. ഫഇന്നഹുന്നൽ മുഅ്നിസാതുൽ ഗാലിയാത്, പെൺകുഞ്ഞുങ്ങളെ നിങ്ങൾ വെറുക്കരുത്. ഫഇന്നഹുന്നൽ മുഅ്നിസാത്, അവർ സമയം പോക്കാക്കുന്നവരാണ്, അവർ ടൈം പാസ് ആക്കാൻ നമുക്ക് നല്ല കഴിവുള്ളവരാണ്, അവരതിനെ പറ്റിയവരാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് സന്തോഷം നൽകുന്നവരാണ്, ആനന്ദം നൽകുന്നവരാണ്. അൽ ഗാലിയാത്, അതുപോലെ വളരെ വിലപിടിപ്പുള്ളവരുമാണവർ. ആരായത് ലോകത്താദ്യമായി പറഞ്ഞത്? ഇസ്ലാമിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ വന്നിട്ട് പറയാണ്,
ഇസ്ലാം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പെണ്ണിന് എത്ര വലിയ സംരക്ഷണമാണ് ഇസ്ലാം നൽകുന്നത്. ആലോചിച്ച് നോക്കണം നമ്മൾ. ഇന്നിപ്പോ സ്ത്രീ സംരക്ഷണവാദികളായി നമ്മുടെ നാടുകളിൽ പല ആളുകളുമുണ്ട്. ഒട്ടനവധി മഹിളാ സംഘടനകളുണ്ട്. സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാൻ എന്ന പേരിൽ നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ നമ്മൾ അറിയണം. ഇവരൊക്കെ സ്ത്രീ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് നാട്ടിലുടനീളം ഉറഞ്ഞു തുള്ളുമ്പോഴും നമ്മുടെ നാടിന്റെ പരിസരങ്ങളിൽ 10,000-കണക്കിന് പെൺകുട്ടികൾ ക്രൂരമായ പീഡനത്തിന് വിധേയരാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇസ്ലാം പെണ്ണിന് നൽകുന്ന സംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമതായി ഇസ്ലാം പെണ്ണിന്റെ സംരക്ഷണം ഏൽപ്പിക്കുന്നത് മാതാപിതാക്കളുടെ കൈകളിലാണ്, ഉപ്പയുടെ കൈകളിലാണ്. അവരാണ് നല്ലപോലെ പ്രിയപ്പെട്ട മക്കൾക്ക് സംരക്ഷണം നൽകേണ്ടത്. ആ മക്കളിൽ പ്രത്യേകമായി പെൺകുഞ്ഞിന് സംരക്ഷണം നൽകേണ്ടത് മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. രണ്ടാമതായി ഒരു പെണ്ണിന്റെ സംരക്ഷണം ഇസ്ലാം നൽകുന്നത് വിവാഹാനന്തരം ഭർത്താവാണ് പ്രിയപ്പെട്ട പെണ്ണിനെ അവന്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ടത്. ഒന്നാമത്തെ സംരക്ഷണം മാതാപിതാക്കളുടെ സംരക്ഷണമാണ്. രണ്ടാമതായി ഇസ്ലാം നൽകുന്നത് ഭർത്താവിന്റെ സംരക്ഷണമാണ്. മൂന്നാമതായി ഒരു പെണ്ണിന്, മുസ്ലിം വനിതയ്ക്ക് ഇസ്ലാം നൽകുന്ന സംരക്ഷണം പ്രിയപ്പെട്ടവരെ മക്കളുടെ സംരക്ഷണമാണ്. ഈ പെണ്ണ് വളർന്ന് വലുതായി ഉമ്മയായി വന്യവയോധികയായാൽ പിന്നെ ആ വന്യവയോധികയായ ഉമ്മയെ സംരക്ഷിക്കേണ്ട ബാധ്യത പ്രിയപ്പെട്ട മക്കൾക്കാണ് ഇസ്ലാം നൽകുന്നത്. ചുരുക്കത്തിൽ ജീവിതത്തിലുടനീളം ഒരു പെണ്ണിന് സംരക്ഷണം നൽകണമെന്ന് ലോകത്തെ പഠിപ്പിച്ച മതമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം. എന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാർ വളരെ നല്ലപോലെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. എന്റെ വഅദ് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, നിങ്ങൾക്ക് ഒരുപാട് സംരക്ഷണം നൽകിയ, ഒരുപാട് സ്ഥാനമാനങ്ങൾ നൽകിയ പരിശുദ്ധമായ ഈ ഇസ്ലാമിന്റെ തത്വസംഹിതയും ഇസ്ലാമികമായ അച്ചടക്കവും പാലിക്കാൻ വഅദ് കേൾക്കുന്ന ഉമ്മ നിങ്ങളെ ബാധ്യസ്ഥരാണ്. ഇസ്ലാമിന്റെ വേഷവിധാനങ്ങൾ സ്വീകരിക്കാൻ, ഇസ്ലാമികമായ അച്ചടക്കം ജീവിതത്തിലുടനീളം പാലിക്കാൻ നിങ്ങളെ ബാധ്യസ്ഥരാണ് ഉമ്മ. ഇൻഷാ അല്ലാഹ് ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, നിങ്ങൾ പെൺകുഞ്ഞുങ്ങളെ വെറുക്കരുത്, അവര് മനസ്സിന് സമാധാനം നൽകുന്നവരാണ്. അൽ ഗാലിയാത്ത്, വില പിടിപ്പുള്ളവരുമാണ് പെൺകുഞ്ഞുങ്ങള്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. ചരിത്രത്തിന്റെ താളുകളിൽ കാണാം, വഫീ ഹുജ്രിഹി സുബിയ വഫീ ഹിജ്രിഹി സുബിയ. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ ഒരു പെൺകുഞ്ഞുണ്ട്. അപ്പോഴാണ് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മുആവിയയുടെ അരികിലേക്ക് എത്തുന്നത്.